വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഒരിടത്തേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. എവിടെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം. ഒരാളെ കൂടെ കൂട്ടിയിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് ഒരാളെ കൂടെ ഞാൻ കൊണ്ടുവരാൻ പോവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നെർവസാണ്. ബാക്കി കാര്യങ്ങളൊക്കെയാണ് എങ്ങനെ ആവുമെന്നൊന്നും അറിയത്തില്ല. നിങ്ങൾക്ക് എന്തായാലും ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ടാവും. എന്നാലും പിന്നീട് പറയാം കേട്ടോ. എന്തൊക്കെയാണ് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. അപ്പോൾ പോയിട്ട് നമുക്ക് വഴിയെ കാണാം കേട്ടോ, എങ്ങനെയാണ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഞങ്ങൾ പോവാണ് കേട്ടോ, ഓട്ടോയിലാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്. ഞാൻ ടീത്ത് ബ്രഷസ് ഇടാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അത് നമ്മുടെ പല്ലിയെ കമ്പി ഇടാൻ വേണ്ടിയിട്ട് പോവാം. നല്ല തിരക്കുണ്ടായിരുന്നു, കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടോ. കുറേ നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം ഞാൻ ലേറ്റായിപ്പോയി. അങ്ങനെ അവർ വിളിച്ചിട്ട് അവിടെ അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് അതിനകത്ത് പിന്നെ അങ്ങനെ അവർ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും നമ്മുടെ പല്ലിൽ ഇടേണ്ടത്. ജസ്റ്റ് ഒന്ന് അങ്ങനെ എടുത്ത് മേലോട്ട് വെക്കുന്നുള്ളൂ. പല്ലെടുക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല കേട്ടോ. ഞാൻ അങ്ങനെയൊക്കെ പേടിച്ചു, പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ അവർ ജസ്റ്റ് വെച്ച് വന്നപ്പോഴത്തേക്ക് ഒരു ബുദ്ധിമുട്ട് അങ്ങനെ കാര്യങ്ങൾ ഉണ്ടായിരുന്നാലും വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അവർ നന്നായിട്ട് ഇൻസ്ട്രക്ഷനൊക്കെ തന്നു കേട്ടോ, എങ്ങനെ വെക്കുക, എങ്ങനെ കെയർ ചെയ്യുക, എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ കാര്യങ്ങൾ ഇങ്ങനെ എടുക്കുക എന്നൊക്കെ ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നുകൊണ്ട് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി ഇങ്ങനെ നോക്കാനുണ്ട്, ഇത് കൊള്ളാവോ, എനിക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഇത് വൃത്തിയുണ്ടോ, കുഴപ്പമില്ലാന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ, ഇത് എന്തെവിടെയാണെന്ന് മനസ്സിലായോ, പാളയാണ് കേട്ടോ. പാളയത്തിറങ്ങി ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ അവരുടെ ഫുഡ് ഓർഡർ ചെയ്ത് വരുന്ന നേരം കൊണ്ട് ഞാനിവിടെ മെനു കാർഡൊക്കെ നോക്കണം കേട്ടോ. അത്യാവശ്യം കത്തി റേറ്റാണെന്ന് തോന്നുന്നു. സംസമ്പിലാണ് കേട്ടോ ഇത് വന്നത്. അങ്ങനെ കുറേ നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം ഫുഡൊക്കെ വന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനങ്ങനെ വീട്ടിലേക്ക് പോകണം കേട്ടോ. കുറേ നല്ല ലേറ്റായി പോയപ്പോഴേക്കും. അപ്പോൾ എന്നിലേക്ക് വന്നു ചേർന്ന പുതിയ അതിഥിയെ കണ്ടില്ലേ, എനിക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ കിടന്നിട്ട് ഫസ്റ്റ് ടൈം അല്ലേ ഇടുന്നേ, അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഉറങ്ങിയിട്ട് നല്ല വെയിൽ. ഞാനിങ്ങനെ വീട്ടിനകത്ത് ഇങ്ങനെ ഇരുന്നിട്ട് പുറത്തിങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്കാണ് കേട്ടോ പുറത്തുള്ള ചൂട് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. ഭയങ്കര ചൂട്, അതിൻ്റെ തന്നെ നല്ല ക്ഷീണം, ബാക്കി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, തലവേദന അങ്ങനത്തെ വന്നിടുന്ന് ഉറങ്ങി എന്നിട്ടാണ് ബാക്കി വീഡിയോ ഷൂട്ട് ചെയ്തെല്ലാം വിചാരിച്ചിട്ട് എടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം ആയിരുന്നതിൻ്റെ ബുദ്ധിമുട്ട്, സംസാരിക്കാൻ ബുദ്ധിമുട്ട്, ഫുഡ് കഴിക്കാൻ ബുദ്ധിമുട്ട്, നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പല്ലിൽ വേറെ ഇഷ്യൂസൊന്നുമില്ല. ഈ ഫസ്റ്റിലത്തെ രണ്ട് പല്ല് ഇങ്ങനെ കുറച്ച് ഫ്രണ്ടിലോട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അത് കാരണം ഒരു ഗ്യാപ്പ് ഇവിടെ ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ട്, അതിന് വേണ്ടിയിട്ട് ഇട്ടതാ. കണ്ട, അങ്ങനെ ഇതിങ്ങനെ ഇളക്കിയെടുക്കാം. കാണിച്ചു തരുന്നില്ല കേട്ടോ. ഇത്തിരി കാണിച്ചു തരുമ്പോഴത്തേക്ക് എനിക്കങ്ങനെ കാണുമ്പോഴത്തേക്ക് എന്താ പ്രവർത്തനം അതുകൊണ്ട് കാണിച്ചു തരുന്നില്ല. ഇങ്ങനെ എടുത്ത് കാണിച്ചു തരുന്നില്ല, ഇങ്ങനെ കാണിച്ചു തരാം. കണ്ട, ഇതിങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇളക്കിയെടുക്കാം. ഫുഡ് കഴിക്കുമ്പോഴത്തേക്കൊക്കെ വേണമെങ്കിൽ മാറ്റാൻ പറ്റുക. പക്ഷേ അത് പറഞ്ഞാൽ ഫുഡ് കഴിച്ചാൽ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ എപ്പോഴും എടുത്തിട്ട് വെള്ളത്തിനകത്ത് ഇടണം. അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് കാരണം എനിക്കിന്നെ ഫസ്റ്റ് അവിടെ നിന്ന് വന്നപ്പോൾ ഫുഡ് കഴിച്ചപ്പോഴത്തേക്ക് നല്ല ബുദ്ധിമുട്ടാണ്. ടേസ്റ്റ് ഒന്നും അവിടുന്ന് അറിയാൻ പറ്റുന്നില്ല. വീഡിയോസൊക്കെ എടുക്കുമ്പോഴത്തേക്കും വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേക്കൊന്നും ഇതിട്ടിട്ട് സംസാരിക്കാനൊന്നും പറ്റത്തൊന്നും തോന്നില്ല കേട്ടോ. കാരണം വ്യക്തമാകത്തില്ല സംസാരിക്കുമ്പോൾ, ഒരു ബുദ്ധിമുട്ടുണ്ടാവും കേൾക്കുമ്പോഴത്തേക്കാണെങ്കിലും എനിക്കാണെങ്കിലും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കേൾക്കുമ്പോഴത്തേക്ക് മനസ്സിലാവുമായിരിക്കും. അപ്പോൾ അതൊന്നും പറ്റത്തില്ല എന്ന് തോന്നുന്നു. കണ്ടോ, ഈ ഒരു 2 പല്ലിന് വേണ്ടിയിട്ടാണ് കേട്ടോ കൂടുതലിട്ടത്. ചെറിയൊരിതുണ്ട് ചിരിക്കുമ്പോൾ അങ്ങനെ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ എന്നിലേക്ക് വന്നു ചേർന്ന എൻ്റെ ഒരു പുതിയ അതിഥി. എത്ര നാൾ എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല, എത്ര നാൾ ഞാൻ ഇതും കൊണ്ട് മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയത്തില്ല. പറ്റുന്നിടത്തോളം കാലം ഞാനും ആളുമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എന്തെല്ലാം ശരിയാവട്ടെ അല്ലേ. അപ്പോൾ ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോയിലും ആളെയും കൂട്ടിയിട്ടൊക്കെ കാണാം. സംസാരിക്കുമ്പോഴും അതൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലേ. ചീക്കുമ്പോഴത്തേക്ക് വായൊക്കെ ഇങ്ങനെ പിടിക്കണം കേട്ടോ. വലിയൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ, സത്യമായിട്ടും വലിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വന്നിട്ട് വീഡിയോ നമുക്ക് കാണിച്ചു തരണമല്ലോ. നമ്മളിലേക്ക് ഒരാൾ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരണമല്ലോ. നമ്മുടെ ഇത് അല്ലേ. അപ്പോഴത്തേക്ക് നമ്മളിലേക്ക് ഒരാൾ വരുമ്പോഴത്തേക്ക് കാണിച്ചു തരുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളെ മറ്റു വീഡിയോ വീണ്ടും കാണാം. കാണുന്നത് വരയ്ക്കും ബൈ.